ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാൻ നല്ല ടിപ്പുകളും അതേപോലെ നല്ല ഒരു ചപ്പാത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ എന്നും ചോറൊക്കെ വെക്കുന്നതാണ്. ഈ ഒരു ചോറിൻ്റെ മുകളിൽ ഇതേപോലെ വെള്ളം വെച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് കരിങ്ങാലി വെള്ളമോ ജീരകം വെള്ളമോ ചായ എല്ലാം നമുക്ക് വെച്ചെടുക്കാം. അതേപോലെ തന്നെ നമ്മൾക്ക് പാലൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ പാടൊക്കെ എടുത്ത് മാറ്റി വെച്ച് നല്ല നെയ്യ് ഉണ്ടാക്കാം. ഇതേപോലെ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കറൻറ്റും അതേപോലെ തന്നെ ഗ്യാസും നമുക്ക് ലാഭിക്കാം. കാരണം നമ്മൾ കെറ്റിലൊക്കെയാണ് വെള്ളം വെക്കാറ്. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് വെള്ളം വെച്ചെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് നമ്മളുടെ ജഗ്ഗിലേക്ക് ഇതേപോലെ വെള്ളം അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചായ വെക്കുക അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചെടുക്കാനൊക്കെ ഏറ്റവും എളുപ്പമാണ്. നമുക്ക് ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് വെക്കാനായിട്ട് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വെള്ളം തിളപ്പിച്ച് വെക്കുന്ന പരിപാടി പെട്ടെന്ന് തന്നെ കഴിയും. നമുക്ക് ഗ്യാസും ലാഭമാണ്, പണിയും ലാഭമാണ്. പിന്നെ നമ്മൾ ഫ്രീസറിലൊക്കെ മീൻ എടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്യുക. നമ്മൾ മീൻ കട്ട് ചെയ്തിട്ട് വെറുതെ ഒരു ഒഴുക്ക് വെള്ളം വീട്ടിയതിന് ശേഷം നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് ഒരു ലേശം വിനീഗർ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലേക്ക് നമ്മളുടെ മീൻ എടുത്ത് വെക്കുകയാണെങ്കിൽ ആ മീൻ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. ആ ഒരു ബാഡ് സ്മെല്ലില്ലാതെ നമ്മൾക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ മീൻ കറി വെക്കാം. അപ്പോൾ ആ ഒരു മണം ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ മീനൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും. ആ ഒരു സ്മെല്ല് പോകാനായിട്ട് ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. എത്ര നാൾ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് മീൻ കറി വെക്കാനോ ഫ്രൈ ചെയ്യാനോ എടുത്താലും ആ ഒരു ബാഡ് സ്മെല്ലില്ലാതെ നമുക്ക് ഫ്രഷ് പോലെ തന്നെ കറി വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ മണി പ്ലാന്റ് ഒക്കെ വെക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചട്ടിയിലായാലും നമ്മൾ വെള്ളത്തിലൊക്കെ വെക്കുമ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മണി പ്ലാന്റ് കാട് പോലെ വളർന്ന് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒരു തണ്ടൊക്കെ നമ്മൾ വെക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഐഡിയ ആണ്. നമുക്കിതേപോലെ തന്നെ ഉണക്ക ചവറൊക്കെ ഉണ്ടാവും. ആ ഒരു ചവറ് നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആ വെള്ളം നമ്മൾക്ക് അരിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ മണി പ്ലാന്റിൻ്റെ തണ്ടൊന്ന് വെച്ച് നോക്കുക. നന്നായിട്ട് വേര് വരാനും അതേപോലെ കാട് പോലെ വളരാനും ഏറ്റവും നല്ലൊരു ട്രിക്കാണ് ഇത്. നമ്മൾ ഒരു ദിവസം ഇട്ട് വെക്കണം. അതിന് ശേഷം മാത്രമേ നമ്മളുടെ ആ ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മൾ പുഴുങ്ങിയ മുട്ടയുടെ തോട് നമ്മളിതേപോലെ ഒലിച്ചെടുക്കുക. അത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ മുട്ടയുടെ ഇതേപോലത്തെ ചുവന്നുണ്ണി നമ്മളുടെ ആ ഒരു മണ്ണിലേക്ക് നന്നായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ വേരോടിയ മണിപ്ലാന്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാട് പോലെ മണിപ്ലാന്റ് വളർന്നു കിട്ടും. പിന്നെ നമ്മളുടെ ഈ ഒരു മുട്ടത്തോടും ഇതേപോലെ നന്നായിട്ട് പൊടിച്ചു കൊടുക്കുക. അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു ദിവസം നമ്മൾ വെച്ചതിന് ശേഷം നമ്മളുടെ മണിപ്ലാന്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ നമ്മുടെ തണ്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്നും വേരോടിയും കിട്ടും. നല്ലൊരു വളമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ മണിപ്ലാന്റൊക്കെ അകത്ത് വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഇതേപോലെ നമ്മൾക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പടർന്ന് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ വേരോടി കിട്ടുകയും ചെയ്യും. ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ നമ്മൾക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും മണി പ്ലാന്റ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അകത്തൊക്കെ വെച്ചെടുക്കുമ്പോൾ. അപ്പോൾ ചില സമയത്ത് വെച്ച് കഴിഞ്ഞാൽ തീരെ അത് വളർന്ന് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ചെയ്യുക. ഇപ്പം ഇനി നമ്മൾക്ക് ഇതേപോലെ ഈ വെള്ളം അരിച്ചെടുത്ത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു മണി പ്ലാന്റിൻ്റെ തണ്ട് വെച്ച് കൊടുത്ത് നോക്കുക. ഇതും നമുക്ക് നന്നായിട്ട് വളർന്ന് കിട്ടാൻ പറ്റിയൊരു ട്രിക്കാണ്. അപ്പോൾ ഈ ഒരു ട്രിക്കുകൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് മണി പ്ലാന്റ് നമ്മൾ അകത്തൊക്കെ വെച്ചെടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് വളർന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് മുരിങ്ങയില വെച്ചിട്ടുള്ളൊരു ഹെൽത്തി ടിപ്സാണ്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെ വീടുകളിലും ഇപ്പോൾ മുരിങ്ങയിലയുണ്ട്. അപ്പോൾ നമുക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ മുരിങ്ങയുടെ ഇല വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 2 തണ്ട് മുരിങ്ങയുടെ ഇല എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. നമുക്കിതേപോലെ ഒരു പ്ലേറ്റിലേക്ക് ഒരു തണ്ട് നന്നായിട്ട് ഇലയൊക്കെ ഇതിലേക്ക് ഊരിയിട്ട് കൊടുക്കാം.
അതിനുശേഷം നമ്മൾ നല്ല ചൂടുള്ള ചോറ് അടുപ്പിൽ നിന്നിട്ട് ഊറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾക്ക് ഒരു 5 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമ്മൾ കറിയോ കൂട്ടി കഴിക്കുകയാണെങ്കിൽ പ്രഷർ ഉള്ളവർക്ക് നന്നായിട്ട് പ്രഷർ കുറയാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ്. അതേപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്കും വയറ് ശുദ്ധിയാവാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. പ്രഷറൊക്കെ നോർമലായി കിട്ടും. മെഡിസിൻ കഴിക്കുന്നതിനൊപ്പം നമ്മൾ ഇതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബെനിഫിറ്റാണ്. അല്ലെങ്കിലും മുരിങ്ങയുടെ ഇല നമുക്ക് ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഞാനിത് ഒരു തണ്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ ആ ഒരു കോഴിമുട്ട നമുക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ചെറിയ ഉള്ളിയും അതിനുശേഷം ചില്ലി ഫ്ലേക്സും കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഒലീവ് ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഈ ഒരു മുട്ട ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്ത് ഈ ഒരു ഓംലേറ്റ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതും നമ്മൾ ചോറിനോടൊപ്പം ഡെയിലി ഒരെണ്ണം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പ്രഷറുള്ളവർക്കും അതേപോലെ നമ്മളുടെ കുട്ടികളൊക്കെ ഇതുപോലെ ഇലക്കറികളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പോലും അറിയില്ല അതിൽ ഈ ഒരു ഇലയുണ്ടെന്നുള്ളത്. ഇതേപോലെ നമ്മളുടെ മക്കൾക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഹെൽത്തിന് ഏറ്റവും ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളും പ്രഷർ ഷുഗർ ഉള്ളവരൊക്കെ ഇതേപോലെ കഴിക്കുക. കൊളസ്ട്രോളിനും വയറിൻ്റെ ബുദ്ധിമുട്ടിനൊക്കെ ഈ ഒരു മാർഗ്ഗം ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്കും നിങ്ങൾ മുരിങ്ങയില വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. മുരിങ്ങയുടെ ഇലയ്ക്ക് നല്ല ആരോഗ്യ ഗുണമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിലേക്ക് മുട്ടയും കൂടെ കൂടുമ്പോൾ നല്ല ബെനിഫിറ്റ് ഒന്നുകൂടെ കൂടും. ഇനി ഞാൻ നല്ല അടിപൊളി ഒരു സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഒരു ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ ഗോതമ്പ് മാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സാദാ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് കലക്കിയെടുക്കാം. ഇതേപോലൊരു ചപ്പാത്തി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റുമാണ്. ഇപ്പോൾ 2 ദിവസം 3 ദിവസം നമ്മൾ എടുത്തു വെച്ചാലും ഈ ഒരു ചപ്പാത്തി ഹാർഡാവില്ല. ഇതേപോലെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മളുടെ ആ ഒരു മാവ് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് നമ്മൾ 1 ടീസ്പൂൺ വെച്ച് ഇതേപോലെ ഇളക്കിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള സാദാ വെള്ളവും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ച് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി മാറ്റി വെക്കാം. ഇപ്പോൾ ഡെയിലിയൊക്കെ ചപ്പാത്തി കഴിക്കുന്നവർക്ക് ഈ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നുള്ളത് കൂടെ കണ്ടു നോക്കാം. അപ്പോൾ ഞാനിത് പരത്തിയിട്ട് ഒരു ടിഷ്യൂ ആണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അടിയിലൊരു ടിഷ്യൂ വെച്ച് അതിൻ്റെ മുകളിൽ ചപ്പാത്തി പരത്തിയിട്ട് വീണ്ടും അതിൻ്റെ മുകളിലൊരു ടിഷ്യൂ വെച്ച് അങ്ങനെ നമ്മൾ വെച്ചെടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ചപ്പാത്തി ഒരു പ്രോബ്ലം വരില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു പാനിലിട്ട് അപ്പുറം ഇപ്പുറം ചൂടാക്കിയിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് കൊടുക്കാം. അപ്പോഴും പ്രോബ്ലം വരില്ല. ഇനി നമ്മളുടെ ചപ്പാത്തി നമുക്കൊന്ന് ചുട്ടെടുത്ത് നോക്കാം. പിന്നെ നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചപ്പാത്തി ഇട്ട് അപ്പം തന്നെ മറിച്ചിട്ടതിന് ശേഷം ഇതേപോലെ അരികാണ് നമ്മൾ ഈ ഒരു ചട്ടകം വെച്ചിട്ട് നമ്മൾ അമർത്തി കൊടുക്കേണ്ടത്. ഈ ഒരു ചട്ടകം വെച്ചിട്ടാണ് നമ്മൾ അമർത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അരികാണ് നമ്മൾ എല്ലാ സൈഡും ഇങ്ങനെ അമർത്തി കൊടുത്താൽ ഇതേപോലെ ഒരൊറ്റ പൊള്ളക്ക് നമ്മളുടെ ചപ്പാത്തി കിട്ടും. ചിലർ കാണാൻ നടുഭാഗം മാത്രം
ഇങ്ങനെ അമർത്തി കൊടുക്കണം. നടുഭാഗമല്ല, നമ്മൾ ഈ ചപ്പാത്തിയുടെ സൈഡാണ് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ പൊള്ളക്ക് നമുക്ക് ചപ്പാത്തി കിട്ടും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചപ്പാത്തി ചുടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ നടുഭാഗം അമർത്തി കൊടുക്കാതെ അതിൻ്റെ അരിക് നന്നായിട്ട് നമ്മൾ ഇതേപോലെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. അതേപോലെ നമുക്ക് നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ ഈ ചപ്പാത്തി കിട്ടിയിട്ടുള്ളത്. നമുക്ക് കറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോഴായാലും അല്ലെങ്കിൽ വെറുതെ ആയാലും നമ്മൾക്ക് കഴിക്കാം. ഇതേപോലെ നല്ല സോഫ്റ്റ് ചപ്പാത്തി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ട്രിക്കാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വേറെ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.